ലോക്ക്ഡൌൺ കാലത്ത് നിങ്ങളുടെ കച്ചവടം ഓൺലൈനാക്കൂ. ക്യൂ ഡിസ്കൗണ്ട്സ് മൊബൈൽ ആപ്പ്. ചത്തലീനെ വിൽക്കാൻ കൊണ്ടു നടക്കണം. ഇടിച്ചു നിന്നെ ഞാൻ ഇവിടെ ജീവനുള്ള എലീനെ കൊണ്ടു നടന്നിട്ട് ആരും മേടിക്കല. പിന്നെ ചത്തലി कुत्ते बच्चे के काउंटर बेरगु बोर गए मलयालम मालूम है? मलयालम मलयालम नहीं मालूम. मलयालम नहीं मालूम. मैंने प्यार किया बड़ा बड़ा तुमसे अपने करने वाले गए दिल वाले दुल्हनिया ले जाएगा. क्या 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 करे के तुम सपने के दिल वाले गाय का दूध मीठा है. या तू एक बड़ा किഴങ്ങ് है तू दूसरा ഉരുളക്കിഴങ്ങ് है. കുറച്ച് മലയാളം അറിയും. മലയാളം തെറിയും. ഇനി ഒരു സംഭവം ഞാൻ പറയട്ടെ. അല്ല ഞാൻ ഇനി ഒരു സംഭവം പറയട്ടെ. അപ്പൊ മലയാളം അറിയാം. എനിക്ക് അറിയാതെ വന്നു പോന്നെയാണ്. എന്റെ പേര് പറഞ്ഞ തൃപ്പുണിത്തറ മോളി എന്നാണ്. സാധാരണ തൊഴിലുറപ്പും കുടുംബശ്രീയൊക്കെയാണ് ഞങ്ങള്. അപ്പൊ വേറെ ജീവിക്കാൻ വേറെ മാർഗമില്ല. ഞാൻ നോക്കിയപ്പോ ഈ ട്രാഫിക്കിലൊന്നും ഇപ്പൊ ഈ പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാ ഹിന്ദിക്കാരെല്ലാം കയറിയൊക്കെ പോയില്ലേ. അപ്പൊ എന്നെ കണ്ടുപിടിക്കില്ല. അതുകൊണ്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് നമുക്ക് ഉപജീവന മാർഗമല്ല, നമുക്ക് ജീവിക്കണ്ടേ. അഞ്ജനെ അയ്യോ നല്ല എന്തൊരു ഭംഗിയാ ഇത് ഇവിടെ ആർട്ടിസ്റ്റ് വിളിച്ചോണ്ട് വന്നതാണ്. ഇവിടെ ആർട്ടിസ്റ്റുകളെ കണ്ടുവിടാതിരിക്കാൻ വേണ്ടി കൊണ്ടിരിച്ചിരിക്കുക. അപ്പൊ നിങ്ങളെ വയലല്ലേ നിർത്തിയിരുന്നത്, നിങ്ങൾ എങ്ങനെ ഇവിടെ വന്ന്? അപ്പൊ ഞാൻ പാലാടി വട്ടം സിഗ്നലിലാണ് ഞാൻ പിന്നെ ജോലി ചെയ്യുന്നത്. അപ്പൊ സിഗ്നലിൽ വന്നിങ്ങനെ വണ്ടി ബ്ലോക്ക് ആവുന്ന സമയത്തല്ലേ നമ്മുടെ കച്ചവടം. മനസ്സിലായില്ലേ? ബ്ലോക്കിൽ നിൽക്കണവർ ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യമില്ല. കാര്യമുണ്ട്. ഇവിടെ കോമഡി ബ്ലോക്കായി നിൽക്കണമെന്ന് ചെറിയൊരു അറിവ് കിട്ടി. പാലാരി വട്ടം സിഗ്നലിലാകുമ്പോൾ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് കഴിഞ്ഞ് വണ്ടി നമുക്ക് എടുത്തോണ്ട് പോവാം. പക്ഷെ ഇവിടെ 2 ദിവസം കൊണ്ടുള്ള കോമഡിയും 4 വർഷം കൊണ്ടുള്ള കോമഡി ഇവിടെ ബ്ലോക്കായി നിൽക്കുന്നു. നമുക്ക് ഇനി വരാം കേട്ടോ, സാധനങ്ങളെ കൊണ്ടുവരാം. ഇനി ഒരുപാട് സാധനങ്ങൾ നമ്മളെ ഉപജീവന മാർഗമാണിത് കേട്ടോ. അത് ചേച്ചി ഒരു കുട എടുത്തോ കേട്ടോ. ഞാൻ എടുത്തോളാം. മഴയൊന്നും നനയത്തേ ഇല്ല. എങ്ങനെ പോണേ ചേച്ചി വിശേഷങ്ങളൊക്കെ? നമ്മൾ രണ്ടുപേരും ഡ്രസ് ഒരുപോലെ ഇരിക്കുന്നല്ലേ? ശരിയാ. എനിക്ക് ഇതുപോലെ ഒരു എയർ ഹോസ്റ്റസിനെ എനിക്ക് പരിചയമുണ്ട് ചേച്ചി. ആണോ? അതെ, ബംഗ്ലാദേശ് എയർ ഹോസ്റ്റസിന്റെ കോമഡി നേരത്തെ അടിച്ചതാ, വിളിച്ചു പോയില്ലേ? ഇല്ല, കുഴപ്പമില്ല, സാരമില്ല. എന്താ ചേച്ചിയല്ലേ, ഞാൻ കൂടുതലും വളിച്ച സാധനങ്ങളാ കൊടുക്കുന്നത്. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ എപ്പോഴും വളിച്ചതേ പോവുള്ളൂ. ആ ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നല്ലേ, അത് ചുമ്മാ ഇരുന്നാണ്ടാ മതി. ഇവിടെ നല്ല രീതിയിൽ വളിച്ച് അതിനെ ഈച്ച അരിച്ചതിന് ശേഷമേ ഇവിടെ പോവുള്ളൂ. അങ്ങനെയാണ്. ആഹാരം വല്ല കഴിച്ച ചേച്ചി? പിന്നെ ഇവിടെ നല്ല ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട്
എന്നിട്ട് അതിന് ആ എത്ര സിനിമ ചേച്ചി ചെയ്ത്? ഈ ഞാൻ ചെയ്ത സിനിമയും പക്കാവടയായിട്ട് എന്താണ് ബന്ധം? 10 സിനിമയും 1 തെലുങ്കും 3 തമിഴും ചെയ്ത ഒരു സിനിമാ നടി. 10 സിനിമയോ? ഏതാണ്ട് കിട്ടിയ ഒരു സിനിമാ നടി തന്നെ പക്കവടയും പൈപ്പിലെ വെള്ളം. പിന്നെ എന്താ കഴിക്കണേ? നിങ്ങൾ എന്താ കഴിക്കണേ? അല്ല അത് നമ്മളെ കേസിട്ടങ്ങ് വിട്. ഓ ബർഗറാ കഴിക്കണേ. ആ. ചേച്ചിക്ക് പക്കവട മാത്രമല്ല, എനിക്ക് വരും ഇവിടെ പക്കാവട 12 സിനിമ ചെയ്ത തെന്നിന്റെ നായിക പക്കവടയും പൈപ്പിലെ വെള്ളമാണ് കുടിക്കുന്നത്. അപ്പൊ നിങ്ങളെയൊക്കെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. വല്ല കഴിച്ച രാവിലെ അപ്പൊ എന്തായാലും ഞങ്ങളൊക്കെ ഇതുപോലത്തെ പണിക്ക് പോകുന്നതാണ് നല്ലതെന്നാ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഏതാണ് ഇത്രയും സെറ്റപ്പ് ഫുഡൊക്കെ കിട്ടുമെങ്കിൽ പിന്നെ നമ്മൾ അതിന് പോകുന്നത് നല്ല. നമ്മളെ സെറ്റപ്പ് ഒക്കെ വേറെ അല്ലേ? പിന്നല്ല. അയ്യോ അയ്യോ അയ്യോ. ആരെയാ വിളിക്കണേ? ഹലോ, ആ സംസം ഹോട്ടലല്ലേ? എനിക്ക് ലഞ്ചിന് സീക്വൻ ചിക്കൻ സൂപ്പ് മതി. ആ ബട്ടൂര എടുത്തോ. ബട്ടർ ചിക്കൻ എടുത്തോ. ഞാന് സ്റ്റാർ മാജിക് ഫ്ലവേഴ്സിന്റെ സ്റ്റാർ മാജിക്കിലാണ് നിൽക്കുന്നത്. ഇവിടെ കിഴങ്ങ് അവിച്ചിട്ട് ഒരു മുറത്തിൽ തട്ടിയിട്ട് മുളകും കൂടെ നിന്ന് തല്ലുന്നു. ആ മുളക് തല്ലുന്ന നവ്യ നായർ എന്ന് പറഞ്ഞ നടി. ഞാനിവിടെ സാൻഡ്വിച്ചും കോളയും കുടിക്കുന്നപ്പോ നവ്യ നായർ ഇവിടെ തിന്നുന്നത് പക്കോടെ പൈപ്പിലുള്ളൂ. അപ്പൊ ആ ക്വാളിറ്റി ഒന്ന് ആലോചിച്ചോക്ക്. ശരി ഓക്കെ. ഞാനിങ്ങനെ കണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ തെരുവിൽ ഫോട്ടോ ഇങ്ങനെ നടക്കുന്നവരെ ഫോട്ടോ ഷൂട്ടിനൊക്കെ വിളിക്കുന്നതൊക്കെ. Very correct. അവരതോടുകൂടി ഭയങ്കര ഫേമസ് ആവുന്നൊക്കെ. വെരി അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ളവര് പാട്ട് പാടുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരുന്നിട്ട് Yes. അവര് ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ വല്ല ചാൻസും എന്നെ ഇപ്പോ ആൽബത്തിലെ നായികയായിട്ട് എന്നെ വിളിച്ചു. ഹിന്ദിയിലെ ആ അയ്യോ നായകയായിട്ട് ഹലോ ഒരു കട്ട ബാർ സോപ്പും 2 ബക്കറ്റ് വെള്ളം തന്നു കഴിഞ്ഞാണ്ടല്ലേ ഇതിന്റെ അപ്പുറത്ത് ഞാൻ നിൽക്കും. എന്റെ കൂട്ടുകാരിയാണ് ഈ മുണ്ടയിലുള്ള റാണി. റാണിയ ഓ ഒരു ഹിന്ദി പാട്ട് പാടിയത് തേരി മേരി തേരി മേരി. മുണ്ടയിലുള്ള റാണി. റാണിയല്ല, റാണി മുണ്ടാല മണ്ടേല. റാണി മുണ്ടല്ലെന്ന്. ആ. അത് തെറ്റിപ്പോയി. എന്റെ കൂട്ടുകാരിയില്ല. ശരിക്കും ഇവിടെ ഒരു പയ്യന് വന്നിട്ട് അവനാണ് 6-ാം തമ്പുരാനിലെ ജതി പാടിയെന്ന് പറഞ്ഞ ഒരു സംഭവം ഞാനത് കണ്ടായിരുന്നു. പക്ഷെ അല്ല, 6-ാം തമ്പുരാനിലെ ജതി പാടിയിരിക്കുന്ന യഥാർത്ഥത്തിൽ ഞാനാണ്. ജതിയോ? ഏത് ജതി? 6-ാം തമ്പുരാനിലെ എന്നല്ലേ ഹരിമുരളീരവത്തിന്റെ അതിന്റെ ജതി പാടിയിരിക്കുന്ന ഞാനാ. ഒന്ന് പാടാ, രണ്ടുപേരും ഒന്ന് പാടുവോ? കളയമുനേ നിൻ കവിളിൽ ചാർത്തും മബഗരി സനിധ അല്ലേ? മബദനി സരിഗ മബദനി സരിഗ മഗരി പദനി സാ. നന്ദന സിനിമ ഞാൻ 4-5 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്താ മനസ്സിലായില്ല ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോ? അല്ല 4-5 പ്രാവശ്യം കുഞ്ഞുകുഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കല്യാണം ഉണ്ടാകുമ്പോൾ കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. കളയമുനേ നിൻ കവിളിൽ ജതി പാടല്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ജതി പാടിക്കൊണ്ടിരിക്കാൻ പോകല്ലേ. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കട്ടെ, കച്ചവടത്തിന്റെ കാര്യങ്ങളൊക്കെ. ശരി. വിളി വന്നു. ഫുഡായിരിക്കും. പാലാരി വട്ട മോളി സ്പിക്കി. ഒരു ടൈയൊക്കെ കെട്ടി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉള്ള ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കും. അല്ല ഗേറ്റിന്റെ അവിടെ നിൽക്കണ ഒരു ഓടിക്കാരൻ എന്റെ ഡ്രൈവറാണ്. അല്ല ഇപ്പുറത്ത് കിടക്കുന്ന അത് നവ്യ നായരുടെ ഇയോൻകാർ. അതല്ല ആ ഓടിക്കാറ് അതെന്റെ ഡ്രൈവറാണ്. ശരി. ഞാൻ വേറൊരു കോമഡി ആക്കണോ? ഞാൻ ഇവിടെ വന്നിട്ട് ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ പോകാനുള്ളത്. പക്ഷെ എന്റെ കഷ്ടകാലത്തിന് എന്നെ പാമ്പ് കടിക്കാൻ ഞാൻ വേറെ ഒരു ജതി എന്ന് പറഞ്ഞ സാധനം ഇവിടെ ചെയ്തടേ. അത് പൊളിഞ്ഞ് അതെ അതപ്പോഴേ പോകാനുള്ളത്. ഓക്കെ. അപ്പൊ ചേച്ചി ഇതൊക്കെ കൊണ്ട് പോവാൻ ഇതിന് ബാക്കിയുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ അവിടെ നടക്കട്ടെ. അതെ, അവിടെ ചീറ്റ് സൂക്ഷിക്കണം. അത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ബിസിനസ് നടക്കേണ്ടത് ഇവിടെ അല്ല, ഗൾഫിലാണ്. കാരണം ഈ ബർഗർ ഒക്കെ തിന്നണമെങ്കിൽ ഗൾഫിൽ തന്നെ നിങ്ങൾ ഈ ബിസിനസ് ഒരുപാട് ബിസിനസ് ആണിത്. ഖത്തർ, കുവൈറ്റ്, അബുദാബി, ദുബായില് ഷേഖുമാരിരിക്കുന്ന ദർബാറില് ഞാൻ ബെല്ലി ഡാൻസ് അല്ലേ. നിങ്ങളാണ് കളിച്ചതെങ്കിൽ അത് പല്ലി ഡാൻസ് ആയിരിക്കും. അല്ല നിങ്ങൾക്ക് ഞാൻ ബെല്ലി ഡാൻസ് ഞാൻ കാണിച്ചു തരാം ബെല്ലി ഡാൻസ്. സംഗതി ബെല്ലും പൊളിക്കുവാണല്ലോ എല്ലാം. അയ്യോ ഏതോ ആധാര ഓഫീസിൽ നിന്ന് അടിച്ചോണ്ട് അയ്യോ അതാ ബെല്ലിന്റെ രൂപത്തിൽ വന്നേ.
അയ്യോ അയ്യോ, നാട്ടുകാർ പോലും എന്നെ രക്ഷപ്പെടുത്തുന്നില്ലേ. ഞാൻ എന്തെങ്കിലും കച്ചവടം നടത്തി ഞാൻ ജീവിക്കുമായിരുന്നേ. ആട്ടുകാരുടെ രൂപത്തിൽ വെല്ലും കൊണ്ട് വന്ന് എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലേ. അയ്യോ, ഇത് കറങ്ങുന്നില്ലേ, സൗണ്ട് കേൾക്കുന്നില്ലേ. ഇത് ബെല്ല്. ഇനി ഡാൻസ് കാണിച്ചു തരാം. ഇതാണ് ബെല്ല്. ഇപ്പൊ കണ്ടത് ഡാൻസ്. ഇതാണ് ഇത് ബെല്ല് ഡാൻസ്. മോളി ഇങ്ങനെ നിന്ന് ബെല്ലി ഡാൻസ് കളിക്കരുത്. അസീസിനൊക്കെ ഒരു നിമിഷം നാണിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചുപോയി. അസീസിന് നോക്കാൻ പറ്റണില്ല. അല്ല, അത് ആ ഭാഗത്തുനിന്ന് എപ്പോഴും കൗണ്ടർ അടിക്കണ ബിനിച്ചേട്ടനില്ലേ, ബിനിച്ചേട്ടൻ ഇങ്ങനെ ചുണ്ടൊക്കെ കടിച്ചോർച്ച് പിടിച്ചു കൺട്രോൾ പോയിട്ട്. അല്ല, അത് അവന്റെ കുഴപ്പമല്ല. പാലക്കപ്പിൽ സാരി ചുറ്റി വെച്ചിരുന്നാലും അവൻ പുറകെ പോകും. മനസ്സിലായി? ഇതല്ലാതെ പിന്നെ വേറെ ഒരുപാട് കച്ചവടത്തിന് സാധനങ്ങളൊക്കെ എനിക്കുണ്ട്. വേറൊരു സാധനം ബർഗർ ഇച്ചിരി കൊടുക്കുക. എന്നെ കുറെ നേരം ഇതേ ബർഗർ എന്ന് പറഞ്ഞ ഞാനും സാധാരണഗതിയിൽ ഞാൻ ഇതുപോലെ ചെറിയ കോടയും പാവയും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്താണ് ഞാൻ പോകുന്നത്. പക്ഷെ എനിക്ക് ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഭാഗ്യം എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹൈക്കോടതി ജംഗ്ഷനിലെ ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഹൈക്കോടതി ജംഗ്ഷനിൽ പരിപാടി ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനും കാണാൻ വേണ്ടി പോയ സമയത്ത് ഒരു പൊക്കമുള്ളവർ തന്നെ അവർ അനൗൺസ് ചെയ്യുന്നതോ മാങ്ങയാണ് ചക്കയാണ് തേങ്ങയാണെന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്യുന്നത് ഒരു പൊക്കമുള്ളവർ തന്നെ. അവൻ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അച്ഛവന്റെ സൗണ്ട് ഇങ്ങനെ ആക്കിയതും 10 മിനിറ്റ് കഴിഞ്ഞതും പിന്നെ അവനെ കാണാനില്ല. നോക്കിയപ്പം അവൻ മതിലി പോകുന്നത് കണ്ടു. അടുത്ത് രണ്ടാമത് വേറൊരുത്തൻ, ഒരു ചുരുണ്ട തലമുടി ഇത്തിരി വയറൊക്കെ ഉള്ളൊരുത്തൻ ഇങ്ങനെയൊക്കെ വന്ന് അവനെ കാണാനില്ല. നോക്കി സൂക്ഷം പറഞ്ഞ ചേച്ചി 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു മനുഷ്യൻ അവിടെ ഇല്ല. എനിക്ക് എന്റെ ദൈവം തന്നതാണിത്. ഇതെല്ലാം എനിക്ക് ജീവിക്കാൻ വേണ്ടി ദൈവം തന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ചേച്ചി, ഈ കിടക്കുന്നതെല്ലാം ബ്രാൻഡഡ് ഷൂ ആണ്. എല്ലാം പിന്നെ 5000-6000 രൂപ വിലയുള്ള സാധനം. അപ്പൊ 5000 രൂപ 6000 രൂപ വിലയുള്ള ഈ ഷൂ ഒക്കെ എടുത്ത് എറിയണമെങ്കിൽ ആ പരിപാടി എങ്ങനെയായിരിക്കും? ഇവിടെ വിൽക്കാൻ വേണ്ടി എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. അവൻ എന്റെ പാവാടയല്ല നോക്കുന്നത്. അയ്യോക്കുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നോക്കിയാ ഞാനാണോ വില്ലൻ, അവനാണോ വില്ലൻ? ഏതായാലും എക്സ്പ്രഷൻ കൊണ്ട് വിളിച്ചത് തന്നെയാ വില്ലൻ. ചൂട് വരാതിരിക്കാനാന്ന് തോന്നുന്നു. അല്ലല്ല, ഇവിടെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ. അങ്ങനെങ്കിലും ഒന്നറിയട്ടെ. അതാണ് റിഫ്ലക്ടർ എന്ന് പറയുന്നത്. അതിന് കച്ചവടം മാത്രമല്ല ചേച്ചി, കച്ചവടം മാത്രമല്ല, നമുക്ക് ബെല്ലി ഡാൻസ് അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. പിന്നെ ഡാൻസ് കൊറിയോഗ്രാഫി അങ്ങനെ കുറെ. എന്നെ ഇങ്ങനെ നോക്കി എന്നെ ഇങ്ങനെ കാണണ്ട. വിശാലമായ ഷോറൂം. പിന്നെ എത്ര പുഴുത്താലും ഞാൻ കളിച്ച് കേട്ടു. ചേച്ചി, ഞാൻ ഡോക്ടറാണ്, ഞാൻ അഡ്വക്കേറ്റ് ആണ്, ഞാൻ എല്ലാം ആണ് ചേച്ചി. പിന്നെ നമ്മളെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്നതാണ്. ഇനി എന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫ്ലൂട്ട് വിറ്റാണ്. അപ്പൊ ഞാൻ ഒരു ഫ്ലൂട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. അത് കണ്ടാ പറയൂലേ പിന്നെ. എന്നൊന്ന് ഫ്ലൂട്ട് വായിച്ച കേക്കട്ടെ. വായിച്ച് ഇവര് വായിക്കുന്നില്ല, വെറുതെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി.
അപ്പൊ കേടന്നപ്പോ അല്ല ഇപ്പൊ നിങ്ങൾ വായിച്ചല്ലേ ഇത് ഞാൻ വായിച്ചതാണ്. പാട്ട് എന്നാ ഒന്നുകൂടെ വായിച്ചോ. ചില സമയത്ത് തുപ്പല് കയറി അടയും അങ്ങനെ. അല്ല എന്നാലും വായിക്കണം. ഒന്നുകൂടെ വായിച്ചത് അല്ല ഒന്ന് അല്ല, വായിച്ചതല്ല. നമ്മളറിയാൻ എഴുന്നേറ്റ് പോയി. അല്ല ഒരു സെക്കൻഡ് അതുപോട്ടെ. ഇങ്ങനെ സാധാരണ ഇത്ര ഇങ്ങനെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു രംഗം വന്നുകൊണ്ട് ചോദിച്ചാണ്. സാധാരണ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ തോളത്തൊക്കെ ഒരു കുട്ടിയൊക്കെ ഉറങ്ങി കിടക്കുന്നുണ്ടാവും. അത് ഞങ്ങളുടെ സിഗ്നേച്ചറാണ്. അതെ. എവിടെ സിഗ്നേച്ചർ ഇല്ല? അല്ല ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ വരാം ഞാൻ മൈനീരുടെ അടുത്ത് അടുത്ത് വന്ന് സംസാരിക്കാം മൈനി. അതായത് ഇത് നമ്മുടെ സിഗ്നേച്ചറാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്ത് ചെന്നിരുന്നാലും അവിടെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോളത്ത് ഒന്നോ രണ്ടോ കുട്ടികൾ കാണും. ഒരു കുഞ്ഞെങ്കിലും ഉണ്ടാവും. ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. മനസ്സിലായില്ലേ? അത് ഞങ്ങളുടെ രീതിയാണ്. അത് മനസ്സിലായോ? അല്ല എന്നിട്ട് എവിടെ കുട്ടി എവിടെ കാണുന്നില്ലല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 1 2 ആണെന്നുണ്ടെങ്കിൽ എന്റെ തോളത്ത് ഞാൻ കെട്ടിയിടാം. ഇത് 10 12 എണ്ണത്തിന് ഞാൻ എന്റെ ശരീരത്തിൽ എവിടെ കെട്ടിയിടാം? ആൾക്കാർ പറയില്ല മാങ്ങ കാച്ചി വെക്കണമെന്ന് പറയും. हमू काका बाबाना हमू मामा भोयना हमू काका बाबाना भोरा रे हम टिमली मारमिए ए हमू मामा भोयना भोरा रे हम गपूली रमिए हमू टिमली मारमिए हमू गपूली रमिए हमू हाटो मारमिए हमू मेला मारमिए हमू काका बाबाना भोरा रे हम टिमली मारमिए हमू मामा भोयना भोरा रे हम टिमली मारमिए നമ്മുടെ തങ്കുണ്ടല്ലോ. അയ്യാ ഇനിയും വായിക്കണോ? അങ്ങനെയല്ല, എനിക്കിത് കെട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും വായിച്ചോണ്ടിരിക്കണം. എന്റെ രാജേഷ് ചേർത്തല അദ്ദേഹത്തിന്റെ ഇതിനൊക്കെ എന്തായിരുന്നു കള്ളത്തരം കാണിക്കണല്ലേ? ഒരിക്കലും ഇല്ല. നമ്മൾ ഇതിൽ കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. ഇത് വായിച്ചേ പറ്റും. ഇത് വായിച്ചു വിട്ടേ പറ്റും. ഒരു വലിയ കഴിവ് കൊടുക്കണം. തങ്കൂര് ഏത് വേഷം ചേരാത്ത എന്ത് രസമായിട്ട് 100% നീതി പുലർത്തിയിട്ട് ഓരോ ക്യാരക്ടറും ചെയ്തോണ്ടിരിക്കണേ. ത്രൂ അത് അവന്റെ സ്വന്തം ഡ്രസ് ഒഴിച്ച് ബാക്കി എല്ലാം അവന് ചേരും. ഇത് ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഈ പിന്നെ പട്ടീനെയും പൂച്ചേനെയൊക്കെ വെക്കാൻ പറ്റുന്ന ഈ ബ്ലോക്കില് ഈ ഉടുപ്പ് ഒരു രക്ഷയില്ല. ഉടുപ്പ് മാത്രല്ല അതാ ആ ഇട്ടിരിക്കുന്ന രീതി. അതായത് ഇങ്ങനെ കുറച്ച് ഇറക്കി വയറ് കാണിച്ചൊരു രീതിയിൽ അവരത് ഉടുക്കുക. അതെ, കോസ്റ്റ്യൂമിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. മേക്കപ്പ് വീണ്ടും തങ്കു വീണ്ടും 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 പ്രൂവ് ചെയ്തു. യു ആർ എ മാജിക്. മാജിക് തന്നെയാ തങ്കു. ഞാൻ ഇത്രയും ചെയ്തിട്ട് എന്നെ വഴക്കും കൂടെ പറയുന്നത് കാണിക്കണമെന്ന് വിചാരിച്ചു അല്ലേ? പിന്നെ ഒരു വലിയ ഗൈഡ് എടുക്കാൻ നമ്മുടെ തങ്കുവിന്. സൂപ്പർ തങ്കു, സൂപ്പർ സൂപ്പർ ചേച്ചി. ആ സപ്പോർട്ടിങ്ങിന് നമ്മള് എന്താ പറയാ, നമ്മളെ അടുത്ത് ചെന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എനർജി ഇല്ലേ, അത് ഒരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. അത് നമുക്ക് ആർട്ടിസ്റ്റിന് കിട്ടത്തൊക്കെ ഇതിലപ്പുറം നമുക്ക് ഇനി ഒന്നും കിട്ടാനില്ല ഒരു ആർട്ടിസ്റ്റിന്. അല്ല കറക്റ്റാണ്. താങ്ക് യു സോ മച്ച്. അത് ഞാൻ എങ്ങോട്ടെങ്കിലും ചെന്നിരുന്ന് ഞാൻ വായിച്ചാണ്. ഇത് കണ്ടോ? കറക്റ്റ് വന്ന് നമ്മൾ വിളിച്ചില്ല, സത്യം പറഞ്ഞാൽ വിളിച്ചില്ല, വിളിക്കാതെ തന്നെ വന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്തേക്കുന്നു മോള്. ഈ ആന്റി ഇഷ്ടായോ? ആന്റിയുടെ പേരെന്താന്ന് മനസ്സിലായോ? കുട്ടിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഹായ്, ഹലോ, താങ്ക് യു, തങ്കു. അയ്യോ, ഞാൻ പേടിച്ചിരുന്നു. അല്ല തങ്കു അങ്ങളെന്ന് അപ്പന്നൊക്കെ വിളിക്കുമെന്നാണ് ഞാൻ വിചാരിച്ച. മക്കളെ, തങ്കു ചേട്ടൻ. എന്തായാലും ചക്കര പെർഫോമൻസ് ആയിരുന്നു ഒരിക്കൽ കൂടെ. താങ്ക് യു സോ മച്ച്. കാരണം നമുക്ക് ഈ ട്രാഫിക് ബ്ലോക്ക് ആ സമയത്ത് കറക്റ്റ് ഇതേ ഫിഗറിലുള്ള, അപ്പൊ അവരോടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ പറഞ്ഞ സഹതാപമുണ്ട്. ചില സമയം നമുക്ക് വേണ്ടെങ്കിലും ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്, ചിലത് നമുക്ക് വേണ്ട എങ്കിലും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ. ഓക്കെ, അതിനുള്ള പൈസ ഇന്ന് ഞാൻ കൊടുക്കാറുണ്ട്. അത് കേട്ടില്ലേ? അതിനുള്ള പൈസ ഇന്ന് ഞാൻ കൊടുക്കാറുണ്ട്. പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കുകയാണ്, ഇങ്ങനെ ഇവരുടെ തോളത്തൊക്കെ ഇങ്ങനെ കുട്ടികൾ ഉറങ്ങിക്കിടക്കുമല്ലോ. ഇപ്പൊ എല്ലാത്തിലും നല്ലതും ചീത്തയുണ്ട്. ഇപ്പൊ അവരെല്ലാരും മോശമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ചെറിയ കുട്ടികളൊക്കെ ഭിക്ഷാടനത്തിന് വരുമ്പോ ഞാൻ പൈസ കൊടുക്കാറില്ല. കാരണം നമ്മൾ ഈ സ്ലം ഡോഗ് മില്ലിയനെയർ പോലത്തെ സിനിമ കണ്ടിട്ടില്ലേ? അതായത് കുട്ടികളോട് നമുക്ക് തോന്നുന്ന അനുകമ്പയും ആ ഒരു സഹതാപവുമാണ് ഒരു വലിയ മാഫിയ ചിലപ്പോൾ മുതലാക്കി
ഭിക്ഷാടനത്തിന് ആ കുട്ടികളെ മുന്നിലേക്ക് വിടുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ കച്ചവടം ചെയ്ത് ജീവിക്കുന്നത് ശരിയാണ്, അതവരുടെ ജോലിയായിട്ട് തന്നെ അവർ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഭിക്ഷാടനം പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് എൻ്റെ ഒരു, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ. ഒരുപാട് പിള്ളേരെയൊക്കെ ഇതുപോലെ തട്ടിക്കൊണ്ടുവന്ന് തന്നെയാണ് അവര് പിരിവെടുത്തിട്ട് ഉപജീവനമാർഗം നോക്കുന്നത്. തങ്കുക്കുട്ടിക്ക് ഒരിക്കൽ കൂടെ ഒരു വലിയ കൈഡി കൊടുക്കാം. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര സന്തോഷമായി തങ്കുവിനെ പലപ്പോഴും സ്റ്റേജിൽ ഇങ്ങനെ ഓരോന്നൊക്കെ കാണുമ്പോൾ നമ്മള് ആദ്യത്തെ ദിവസം ഞാനിവിടെ ബാലാമണി കാണിച്ച സമയത്ത് വരുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയായിരുന്നു തങ്കു കാണിക്കുന്നതൊക്കെ കണ്ടിട്ട്. ഇപ്പൊ എനിക്ക് തങ്കുവിന്റെ കാര്യങ്ങളൊക്കെ ശീലായി, ഏകദേശം ഒരു ഐഡിയ ഉണ്ട് തങ്കു എങ്ങനെയൊക്കെ ആയിരിക്കും പെർഫോം ചെയ്യുന്നതെന്ന്. ഇപ്പൊ തങ്കുവിന്റെ കൂടെ ആണെങ്കിലും ബിനിച്ചേട്ടന്റെ കൂടെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡയലോഗും കൗണ്ടറും ഒക്കെ പറയാൻ പറ്റുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നല്ല ഉഗ്രൻ ആർട്ടിസ്റ്റ് അല്ലേ, അപ്പൊ അറിയാതെ എന്തെങ്കിലും വന്നോ. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മീ എ പാർട്ട് ഓഫ്. താങ്ക് യു സോ മച്ച് ചേച്ചി. പൊളിച്ചു. വിളിക്കണം. അയ്യോ, ഒന്നുകൂടി വായിക്കാൻ കുട്ടി പറഞ്ഞല്ലേ തങ്കുചേട്ടാ, അപ്പൊ എന്തായാലും വായിക്കണം. കുട്ടിക്ക് മനസ്സിലായതല്ലേ, ഇനി മോളി ആന്റി എന്ന് പറയാൻ പറ്റില്ല. ആണോ? ഇവള് നോട്ടോട്ട സാധനം നീ എടുത്തോണ്ട് പോയി. ഈ പാവ അവക്കടെ കയ്യിലായിരുന്നപ്പോ നീ ഏറുണ്ടോ തന്നെ. ഇതിപ്പോ കൊച്ചിന് മനസ്സിലായില്ലെങ്കിലും രാജാ സാറിന്റെ മ്യൂസിക് അല്ലേ അത്, ഉഗ്രൻ ആ മ്യൂസിക്കും പിന്നെ രാജേഷ് ചേർത്തല അദ്ദേഹത്തിന്റെ ആ ഫ്ലൂട്ട് റിസൈറ്റലും അത് ഒരു പ്ലേ ചെയ്യുമ്പോ തന്നെ വേറൊരു മൂഡിലേക്ക് നമ്മൾ പോവാണ്. ടാലൻസ് ആണ്. അല്ല അത് വേറൊരു കേസുകളുണ്ട്. ആ സമയത്ത് ഒരാള് ആദ്യമായിട്ടാണ് ഒറ്റ കൈ കൊണ്ട് ഓടക്കുടൽ വായിക്കുന്നത്. അല്ല ആ സമയത്ത് ഈ ചാക്ക് കിടക്കുകയും സാധാരണ ഇതുപോലെയൊക്കെ വായിച്ച് പിള്ളേരെ മയക്കി തന്നെയാണ്. അതെ 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 അതെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ശ്രമം അവിടെ കൊണ്ടുവന്നിട്ട് തട്ടിക്കൊണ്ട് എനിക്ക് അത് വെറുതെ കണ്ടപ്പോ തന്നെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാനൊരു ഡാൻസ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിന്നൻ ചെറുകിലേ പറഞ്ഞിട്ട്. അപ്പോൾ അതിന്റെ തീം തന്നെ ഇതാണ്. ഇങ്ങനെ അമ്മ പാലെടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് കുട്ടിയെ കാണാനില്ല, അങ്ങനെ ഭ്രാന്തിയായി പോകുന്ന ഒരു അമ്മയുടെ കഥയാണ് അതിൽ ചെയ്തിരിക്കുന്നത്. ഒരു ജസ്റ്റ് ഡാൻസ് വീഡിയോ ആണ്. ഇതൊക്കെ എനിക്ക് ഓർമ്മ വന്നത് കണ്ടപ്പോൾ. ഓക്കെ, താങ്ക് യു ചേച്ചി. അപ്പൊ ഇതിലും തങ്കു വൺസ് അഗൈൻ താങ്ക്സ് എ ലോട്ട്. ലോക്ക്ഡൌൺ കാലത്ത് നിങ്ങളുടെ കച്ചവടം ഓൺലൈൻ ആക്കൂ. ക്യൂ ഡിസ്കൗണ്ട്സ് മൊബൈൽ ആപ്പ്.